വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് സൂപ്പർ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള 3 ബുക്ക് മാർക്സ് ക്രിയേറ്റ് ചെയ്യാം. സോ ലെറ്റ്സ് മൂവ് ഓൺ ദ വീഡിയോ. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാ ദിവസവും ഏതെങ്കിലുമൊക്കെ ഒരു അവർ ഏതെങ്കിലും ഒരു ടീച്ചർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത് എവിടെ വരെയായിരുന്നു ഓർക്കുന്നുണ്ടോ എല്ലാവരും? പക്ഷേ ഈ ക്വസ്റ്റ്യന് പലപ്പോഴും ഞങ്ങളെല്ലാവരും മുഖത്തോട് മുഖം നോക്കിയിട്ടുണ്ട്. കാരണം ചിലപ്പോൾ നമ്മളത് മറന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്കത് ഓർമ്മയുണ്ടാകും, പക്ഷേ ഏത് പേജ് നമ്പർ ആണെന്നോ ഏത് പാരഗ്രാഫ് ആണെന്നോ ഓർമ്മയുണ്ടാവില്ല. ഈ ചോദ്യത്തിന് മറികടക്കാൻ ഒരു റഫ് നോട്ടിൻ്റെ പേപ്പർ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് അതെവിടെയാണോ പഠിപ്പിച്ച് നിർത്തുന്നത് അവിടെ ഒരു ബുക്ക് മാർക്സ് പോലെ യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതിനെല്ലാം പകരം സ്റ്റൈലിഷ് ആയിട്ടുള്ള ബുക്ക് മാർക്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എങ്കിലും നമ്മൾ തന്നെ ഉണ്ടാക്കി യൂസ് ചെയ്യുമ്പോഴുള്ള സ്പെഷ്യാലിറ്റി അതിന് കിട്ടില്ലല്ലോ. സോ നമ്മൾ ഇന്ന് 3 ടൈപ്സ് ഓഫ് ബുക്ക് മാർക്സ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ ബുക്ക് മാർക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ആദ്യമേ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. സാധാ പേപ്പറിന് പകരം ഈ ഡ്രോയിങ് ഷീറ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കാരണം അതിന് കുറച്ചും കൂടെ തിക്നെസ് ഉണ്ടല്ലോ. ഫസ്റ്റ് ഒരു സ്കെയിലിൻ്റെ രൂപത്തിൽ പേപ്പറിൽ വരയ്ക്കുക. ദെൻ ഒരു സൈഡിൽ ബട്ടർഫ്ലൈ തീമും അപ്പുറത്തെ സൈഡിൽ ഒരു ഫ്ലവർ തീമുമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വരച്ചു കഴിഞ്ഞാൽ ഇനി പെയിൻ്റ് അടിക്കൽ പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ച് പെയിൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ പ്രോപ്പർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ വൈറ്റ് പോർഷനും കൂടെ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വീഡിയോ കാണുന്നത് പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇപ്പം നമ്മുടെ ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. ഹൗ ഈസ് ഇറ്റ്? ഇനി അടുത്ത ബുക്ക് മാർക്കിന് വേണ്ടി 4x7 മെഷർ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ പേപ്പറിൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാം. പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു റെഡ് പ്ലസ് ഒരു ബ്രൗൺ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മെറൂൺ ഷെയ്ഡിലേക്ക് ആക്കുകയാണ്. ദെൻ അത് ആ പേപ്പറിൽ മൊത്തം സ്പ്രെഡ് ചെയ്യാണ്. ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ബുക്ക് മാർക്കിന് കുറച്ചും കൂടെ ഭംഗി വരിക. നിങ്ങൾക്ക് ഏത് പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈവൻ ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ പഴയ നോട്ട്ബുക്കിൻ്റെ പേപ്പേഴ്സോ യൂസ് ചെയ്ത് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുക്ക് മാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ പാറ്റേൺ കൊടുക്കുകയാണ്. പാറ്റേൺ ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ആ പേപ്പർ ജസ്റ്റ് നടുവിൽ നിന്നൊന്ന് മടക്കുക. ദെൻ ആ മടക്കിയ പോർഷൻ ഒന്നും കൂടെ മടക്കുക. ദെൻ 2 സൈഡും ട്വിസ്റ്റ് ചെയ്ത് അതിൻ്റെ 4 എഡ്ജസും ഒന്ന് ജസ്റ്റ് മടക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാർട്ട് ഷേപ്പിലുള്ള ബുക്ക് മാർക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് 3ാമത്തെ ബുക്ക് മാർക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ആ പീസ് ഓഫ് പേപ്പറിൻ്റെ നടുവിലായിട്ട് ഒരു ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ദെൻ ഡാർക്ക് ഗ്രീൻ കളർ കൊണ്ട് വൈറ്റ് പോർഷൻ മൊത്തം പെയിൻറ്റ് ചെയ്ത് കവർ ചെയ്യുകയാണ്. അതിനുശേഷം ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ ഡെയ്സി ഫ്ലവേഴ്സാണ് വരയ്ക്കുന്നത്. ഡെയ്സി ഫ്ലവേഴ്സ് വരയ്ക്കാൻ ഭയങ്കര സിമ്പിളാണ്. 4-5 പെറ്റൽസ് വരച്ചിട്ട് സെൻറ്ററിൽ ഡോട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ അതുകൊണ്ടാണ് ഞാൻ ഡെയ്സി ഫ്ലവേഴ്സ് ചൂസ് ചെയ്തത്. പാറ്റേണിന് ശേഷം നമുക്ക് ആ ടേപ്പ് ഒട്ടിച്ച സ്ഥലത്ത് ഏതെങ്കിലും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കോട്ട്സ് എഴുതി കൊടുക്കുക. ഇവിടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. കാരണം ഞാൻ മാസ്കിംഗ് ടേപ്പാണ് യൂസ് ചെയ്തത്. അതിന് കുറച്ചും കൂടെ പശ കൂടുതലാണ്. എൻ്റെ ഓവർ കോൺഫിഡൻസ് എന്ന് തന്നെ പറയാം. പെട്ടെന്ന് വലിച്ച് ഇളക്കി കഴിഞ്ഞപ്പോൾ അടിയിലത്തെ ഷീറ്റ് വരെ കീറിപ്പോയി. സോ പിന്നീട് എഴുതാൻ ഭയങ്കര പാടായിരുന്നു. നിങ്ങൾക്ക് ഈ ടേപ്പിനും പകരം വാഷി ടേപ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ലവിങ് യുവർ സെൽഫ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് റെവല്യൂഷൻ എന്നാണ് ഞാൻ എഴുതിയത്. ഇനി നമുക്കൊരു ഹോളിട്ട് അതിൽ ത്രെഡ് അറ്റാച്ച് ചെയ്യാം. ഇതിൽ ടാസിൽസൊക്കെ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഇനി നമുക്ക് വരുന്ന വീഡിയോയിൽ അങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ബുക്ക് മാർക്സ് ഉണ്ടാക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.
If you like my video, please do like, share, comment and subscribe my channel. Thank you.